ആറാം തവണയും മലയാളത്തിൽ ബിഗ് ബോസ് ഷോ വരികയാണ്. മാർച്ച് 10-ന് ഷോ ആരംഭിക്കുമെന്ന് പുതിയ പ്രൊമോയിലൂടെ അവതാരകനായ മോഹൻലാൽ അറിയിച്ചു കഴിഞ്ഞു. ഇതിന് പിന്നാലെ മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അകത്തുള്ളവർ ശ്രമിക്കുന്ന രീതിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഫിറോസ് നടത്തിയത്. കഴിഞ്ഞ സീസണിൽ നടന്നൊരു സംഭവമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് താരം യൂട്യൂബ് ചാനലിലൂടെ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾ പുറത്തു നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. ഷോയുടെ അകത്ത് എല്ലായ്പ്പോഴും മൈക്ക് ധരിക്കണം. വൈൽഡ് കാർഡായി മത്സരത്തിലേക്ക് വരുന്നവരിൽ നിന്നുമാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത്. അങ്ങനെ മൈക്കിടുന്ന സമയത്ത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ പാടില്ലെന്നാണ് നിയമം. പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിലേക്ക് മൈക്കില്ലാതെ പോവുകയാണ്. വൈൽഡ് കാർഡായി വരുന്നവരെയും കൂട്ടി അവിടെ പോകും. വെള്ളം നനഞ്ഞാൽ മൈക്ക് കേടാവുന്നത് കൊണ്ട് അവിടെ മാത്രം ഊരിവെക്കാവുന്നതാണ്. അവിടെ വെച്ച് എന്തേലും സംസാരിച്ചാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കും അത് മനസ്സിലാക്കാൻ പറ്റാറില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കഴിഞ്ഞ സീസണിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. സംവിധായകൻ ഒമർ ലുലു വൈൽഡ് കാർഡായിട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്. ചിലർ അദ്ദേഹത്തെ കൂട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അതൊരു ട്രിക്കാണ്. അവിടെ വെച്ച് പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒമർ ലുലു ഗെയിം സ്ട്രാറ്റജിയൊന്നുമില്ലാത്ത വളരെ നിഷ്കളങ്കനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് 10 കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ അറിയാതെ ഒരു കാര്യം പുള്ളി പറഞ്ഞു പോയി. എല്ലാം പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ബിഗ് ബോസിൽ അതും ഒരു പഴുതാണ്. ഇനി വരുന്ന സീസണിലും ഇതൊക്കെ സംഭവിക്കാം. ഷോയുടെ അണിയറ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഇതാണ്. എല്ലാ സീസണിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ അമിതമായി ചിന്തിക്കുന്ന ചിലർ ഇങ്ങനെയൊരു പ്രവൃത്തി നടത്തിയിരുന്നു എന്നും ഫിറോസ് ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ 5 സീസണിലെയും മത്സരാർത്ഥികളുമായി തനിക്ക് നല്ല ബന്ധം മാത്രമേയുള്ളൂ. ആരോടും ശത്രുത വെക്കേണ്ട കാര്യവും എനിക്കില്ല. ചില കമൻറ്റുകളിലൂടെ അങ്ങനൊന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. ഞാനും അങ്ങനെയാണ്. കഴിഞ്ഞ സീസണിലെ അഖിൽമാരാരെ കുറിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. മത്സരത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് പുള്ളിയോടോ പുള്ളിക്ക് എന്നോടോ ശത്രുതയില്ല. അതിനു മുൻപത്തെ സീസണിൽ ഡോക്ടർ റോബിൻ ബിഗ് ബോസിനകത്ത് നല്ലോണം ഗെയിം കളിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ പുള്ളി പുറത്തു വന്നിട്ട് പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല. അത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ എനിക്ക് റോബിനോട് ശത്രുതയുണ്ടെന്നും ഒന്നും പറയരുത്. റോബിൻ്റെ പിതാവ് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആരോടും ശത്രുതയില്ല. പലരും ഞങ്ങൾ ശത്രുക്കളാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും അങ്ങനൊന്നില്ല. 4-ാം സീസണിൽ റോബിനും 5-ാം സീസണിൽ അഖിൽമാരാരുമാണ് ഷോ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് കരുതി അവരെക്കുറിച്ച് എന്തേലും പറഞ്ഞാൽ അത് അവരോട് ശത്രുത ഉള്ളത് കൊണ്ടല്ലെന്നും ഫിറോസ് വ്യക്തമാക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.